അരുണിമ പാർത്ഥസാരഥി എന്ന ഈ പാർത്ഥൻ ഇപ്പോൾ തെക്കൻ കേരളത്തിലെ തലയെടുപ്പുള്ള ആനകളിൽ ഒരാനയാണ്. ഒരു ഉത്സവ സീസണിൽ ഇവൻ 100-ലേറെ ദിവസം സജീവമായി നിറഞ്ഞു നിൽക്കുന്നു. കൊല്ലം പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങൾക്കും മറ്റ് എഴുന്നള്ളത്തുകൾക്കും ഇവൻ്റെ സാന്നിധ്യം അനിവാര്യമാണിന്ന്. 9.25 അടി ഉയരമുള്ള ഇവൻ മസ്തകം ഉയർത്തി നിന്നാൽ അതിനൊപ്പം എത്തുവാൻ 10 അടി പൊക്കക്കാരും അതിനേക്കാൾ പൊക്കമുള്ളവരും കുറച്ച് ശ്രമിക്കേണ്ടി വരും. തലപ്പൊക്ക മത്സരത്തിൽ അങ്ങനെ ചില കിടിലൻകളെ മലർത്തിയടിച്ച് സമ്മാനം നേടിയിട്ടുണ്ട്. മികച്ച പരിചരണത്തിലൂടെ പാർത്ഥൻ്റെ അവശതകളും കുറവുകളും ഈ നല്ല ആനസ്നേഹികൾ പരിഹരിച്ചിട്ടുണ്ട്. താടെ ഒലിക്കുന്ന മതപ്പാട് കാലത്ത് പോലും ഇവൻ ഉപദ്രവകാരിയല്ല. ഒന്നാം പാപ്പാൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശാന്തനായി അനുസരണയുള്ളവനായി നിൽക്കുന്നു. ഒരൊറ്റ ഉത്സവപ്പറമ്പിൽ പോലും കുഴപ്പക്കാരനെന്നോ പ്രശ്നക്കാരനെന്നോ ഇവനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. കൂട്ടാനകളോട് പരിഭവമില്ല. ഏതു വലിയ വെടിക്കെട്ടിന് മുന്നിലും സമചിത്തതയോടെ നിൽക്കുന്ന പാർത്ഥൻ മറ്റുള്ളവർക്ക് ഒരു അനുകരണീയമായ മാതൃകയാണ്. ആനെന്ന് വെച്ചാൽ ശാന്ത സ്വഭാവമാണ്, വാലൊടിവില്ല, നല്ല തലക്കുന്നിയാണ്, വീണെടുത്ത കൊമ്പാണ്, കരുന്നകമല്ല, പിന്നെ നല്ല നിലവാണ് ആനയ്ക്ക്. കണ്ടാൽ നാടനാനയെന്ന് എല്ലാവരും പറയും, പക്ഷേ ഒരു ബീഹാറിയാണ്. അതൊക്കെയാണ് ആനയുടെ പ്രത്യേകത. നീരിൽ പോലും ആർക്കും കൊണ്ടു നടക്കാവുന്ന ഒരു ആനയാണ്. ഏതൊരു കൊച്ചുകാർക്ക് ചട്ടക്കാരെ അടുത്തില്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും അടുത്ത് പോകാം, ആഹാരം മേടിച്ചു കൊടുക്കാം എന്നൊക്കെ ഉള്ളൊരു ഇതിൻ്റെ സവിശേഷത. പാർത്ഥൻ വരുന്ന നടവഴിയിലൂടെ ഏത് കൊച്ചുകുട്ടിക്കും നിർഭയം കടന്നു വരാം. ഇവൻ ഇതാ ഇങ്ങനെ ശാന്തനായി കടന്നുപോകും. എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുതേ എന്ന മട്ടിൽ. നാട്ടുകാർക്കെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് പ്രിയങ്കരനാകുവാൻ പാർത്ഥന് കഴിഞ്ഞിട്ടുണ്ട്. ഭീകരമായ മർദ്ദനമുറകളൊന്നും എടുക്കാതെ തികച്ചും സ്നേഹനിർഭരമായാണ് പാപ്പാന്മാരും ഇവനോട് പെരുമാറുന്നത്. ഞാൻ പല ആനകളെയും കൊണ്ട് നടന്നിട്ടുണ്ട്. അതിലേറ്റവും പാവപ്പെട്ട ആനയാണിത്. ഇത് പ്രത്യേക സ്വഭാവമാണ്. നീരിൽ കൈകാര്യം ചെയ്യുന്ന ആനയാണ്. മറ്റുള്ള ശല്യങ്ങളോ മറ്റുള്ള കേസുകളിലോ ഒന്നും ഇല്ലാത്ത ആനയാണ്. തീറ്റക്കാര്യത്തിനായാലും ഓലയെല്ലാം ചോദിച്ച് മേടിക്കും, ആഹാരത്തിനായാലും കൂവി വിളിക്കും. അങ്ങനെയുള്ള ആനയാണിത്. മറ്റുള്ള വഴക്കും ശല്യങ്ങളൊന്നുമില്ല. തേച്ച് കുളിപ്പിച്ച് കുറിയൊക്കെ തൊടുവിച്ച് സുന്ദരനാക്കി പാർത്ഥനെയും കൊണ്ട് നടക്കാൻ ഇവർക്ക് സന്തോഷമേ ഉള്ളൂ. പാർത്ഥൻ്റെ വിശപ്പിനെക്കുറിച്ചും ഭക്ഷണത്തോടുള്ള താല്പര്യത്തെക്കുറിച്ചുമെല്ലാം നന്നായിട്ടറിയുന്ന വീട്ടുകാരും നാട്ടുകാരും ഇവനെ പിണക്കാറില്ല. ഒരിക്കൽ വല്ലാതെ വിശന്നപ്പോൾ 3 ലോഡ് തണ്ണിമത്തൻ ഒരൊറ്റ രാത്രി കൊണ്ട് അകത്താക്കിയ ബിരുദനാണിവൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നോക്ക് അത് പറയുമ്പോൾ ആ മുഖത്തൊരു കുസൃതിയും കള്ളനോട്ടവുമെല്ലാം വന്ന് നിറയുന്നുണ്ട്. പോട്ട് പാർത്ഥ, വിശന്നാൽ മനുഷ്യരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. അതൊക്കെ ഇപ്പോൾ കാര്യമാക്കണ്ട എന്ന് പറയാൻ ഒരു നല്ല മുതലാളി ഉണ്ടായത് പുണ്യം. അല്ലെങ്കിൽ ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറുമായിരുന്നു. കൊല്ലത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൽ എഴുന്നള്ളത്തിന് പോയി മടങ്ങുകയായിരുന്നു അന്ന് ഇവനും പാപ്പാനും. കടവൂരെത്തിയപ്പോൾ നേരം വളരെ വൈകി. പുലർച്ചെ ഇനി യാത്ര തിരിക്കാം എന്ന് വിചാരിച്ച് പാപ്പാൻ ഉറങ്ങാൻ ഒരിടം കണ്ടെത്തി. മുൻകാലുകളിൽ ചങ്ങലയിട്ട ശേഷം ഇവനെ അടുത്ത് നിർത്തി. പാപ്പാൻ വൈകാതെ കൂർക്കം വലിക്കാൻ തുടങ്ങി. ഇവന് പതിവ് പോലെ രാത്രി വിശപ്പ് ആരംഭിച്ചു. ഒരു രക്ഷയുമില്ല, എന്തു ചെയ്യും? പോത്തുപോലെ കിടന്നുറങ്ങുകയാണ് പാപ്പാൻ. ഇവൻ പതുക്കെ 4 പാടും ഒന്ന് വീക്ഷിച്ചു. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ പ്രസിദ്ധമായ ദൈവവചനം. മുൻകാലുകൾ പതുക്കെ ഇളക്കി നടന്ന് ഇവൻ അന്വേഷണം ആരംഭിച്ചു. വിശക്കുന്നവൻ്റെ മുന്നിൽ ദൈവം ഭക്ഷണമായി അവതരിക്കുമെന്ന് പറഞ്ഞതുപോലെ അതാ അവിടെ കുറച്ചപ്പുറത്തായി ടാർപോളിൻ കൊണ്ട് മറച്ച മട്ടിൽ 3 ലോഡ് തണ്ണിമത്തൻ. കിലുക്കം സിനിമയിലെ രേവതിയുടെ കഥാപാത്രത്തിലേക്ക് ഇവൻ ആക്രാന്തപൂർവ്വം പരകായം നടത്തി. ഒരൊറ്റ മണിക്കൂർ കൊണ്ട് 3 ലോഡ് തണ്ണിമത്തൻ ഢിം. പാപ്പാൻ ഇതൊന്നും അറിഞ്ഞില്ല. നോക്കണേ, ഈ കക്ഷി കാണിച്ച ഒരു ബിരുദ. എന്തെങ്കിലും കേൾക്കുന്ന ഭാവമുണ്ടോ? ഇതേ നിൽപ്പ് തന്നെ അന്നും 3 ലോഡ് തണ്ണിമത്തനും പറഞ്ഞു വിട്ടിട്ട് നിന്നു. പിന്നീടാണ് പ്രശ്നം ഗുരുതരമായത്. പാവം തണ്ണിമത്തൻ്റെ കച്ചവടക്കാരനും അതിൻ്റെ അടുത്തായിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഇവൻ ഓരോ തണ്ണിമത്തനും പെറുക്കി എടുത്തു ചെന്ന് മറ്റൊരു തണ്ണിമത്തനാണെന്ന് കരുതി ആ പാവം കച്ചവടക്കാരനെ ആ പാതിരാത്രിയിൽ ഒന്ന് തോണ്ടി.
അതൊരു വല്ലാത്ത തോണ്ടലായിരുന്നു. അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടി. അത് കേട്ട് നാട്ടുകാരും കൂടി. പാപ്പാനും അന്തം വിട്ടുണർന്നു. പ്രശ്നം ഗുരുതരമായി. പോലീസും പരിവാരങ്ങളും എത്തി. അരുൺ വിവരമറിഞ്ഞ് പാഞ്ഞെത്തി. പാർത്ഥൻ അപ്പോഴും ഇതേ ഭാവം. മുതലാളിയുടെ ഉത്തരവാദിത്വത്തോടെ അരുൺ 12,000 രൂപ നൽകി പ്രശ്നം പരിഹരിച്ചു. എങ്ങനെയുണ്ട് സംഭവം? പാർത്ഥന് വിശന്നാൽ ഇങ്ങനെയിരിക്കും. ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന വീട്ടുകാരുള്ളത് ഇവൻ്റെ ഭാഗ്യമല്ലെന്ന് പറയാതെ തരമില്ല. പാർത്ഥനും അതറിയാം. ഇവൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പാർത്ഥൻ്റെ കൂടുതൽ കുസൃതികളും കഥകളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം.